പുതുതായി ഉണ്ടാകുന്ന വാർത്തകളുടെയും സംഭവങ്ങളുടെയൊക്കെ പിന്നാലെ പോകുന്നുണ്ടാകും പഴയ ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നുണ്ട്. ഞാനിത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാതി മരിവാളിൻ്റെ കാര്യം ഇപ്പോൾ നമ്മളൊക്കെ മറന്നു. എന്താ ഇപ്പോഴത്തെ കേസിൻ്റെ അവസ്ഥ? സ്വാതി മരിവാളിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അന്വേഷണം തുടരുകയാണെന്നാണ് ഡൽഹി പോലീസ് പറയുന്നത്. പക്ഷെ ഒരു പുതിയ ഡെവലപ്മെൻ്റ് ഉണ്ടായി. എനിക്ക് തോന്നുന്നത് സുപ്രീം കോടതിയിൽ വിഭവ് കുമാർ, അയാളാണല്ലോ സ്വാതി മരിവാളിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിട്ട് മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റൻറ്റ്. പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്നുള്ള വാക്കിന് ഒരുപാട് മാനങ്ങളുണ്ട്. എന്തെല്ലാം കാര്യങ്ങളുള്ള അസിസ്റ്റൻ്റ് ആണെന്നുള്ളത് കണ്ടറിയണം. ഏതായാലും അദ്ദേഹത്തിനെ കൈവിട്ടിട്ടില്ല. വിജിലൻസ് കേസിലെ പ്രതിയായപ്പോൾ അയാളെ ഒഴിവാക്കാൻ പറഞ്ഞു. ലഫ്റ്റനൻറ്റ് ഗവർണറുടെ ഉത്തരവ് വന്നപ്പോഴത്തേക്ക് സർക്കാർ സർവീസിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും പിന്നെയും കൂടെ നിർത്തിയിരിക്കുകയാണ് ആര്? കെജ്രിവാൾ. ഇപ്പോൾ ഇയാൾ വിഭവ് കുമാർ സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷയായിട്ട് ചെന്നു. ഹൈക്കോടതി വരെ തള്ളി, അവസാനം സുപ്രീം കോടതി ചെയ്തു. സുപ്രീം കോടതിയും തള്ളി. അതല്ല വാർത്ത. ജസ്റ്റിസ് അനൂപ് കുമാർ മഹീന്ദ്ര എന്ന് പറയുന്ന ജഡ്ജിൻ്റെ ബെഞ്ചിലാണ് സുപ്രീം കോടതിയിൽ ഈ ജാമ്യാപേക്ഷ വന്നും ജാമ്യാപേക്ഷ തള്ളിയതും. പക്ഷേ അതിൻ്റെ നടപടിക്രമങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സ്വാതി മരിവാളിനെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ അടിച്ച അല്ല, പീഡനത്തിൻ്റെ മറ്റേ അർത്ഥമല്ല. അതുമായി ബന്ധപ്പെട്ട വേറെ കഥയുണ്ട്. പണ്ടൊരു പെൺകുട്ടിയുമായിട്ട് ഇയാൾ കെജ്രിവാൾ തിരുവനന്തപുരത്ത് തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ വന്നൊരു കഥ, അതായത് ആം ആദ്മി പാർട്ടിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് വന്ന ഒരു കഥ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. തെളിവുകൾ സഹിതമാണ്. പി ഗ്രൂസിൽ വന്ന വാർത്തയെ വെച്ചിട്ട്. അതെ, ആ പേര് ഉള്ള ആളാണ് ഇപ്പോൾ ഒരു വനിതാ MP എന്നും പറയുന്നുണ്ട് ആ സ്റ്റോറിയിൽ. അത് കുറച്ച് പിന്നിലേക്ക് പോയാൽ സ്വാതി മരിവാളിൻ്റെ ഇഷ്യൂ ഉണ്ടായത് എന്നാണ് മെയ് 13 മറ്റാണ്. മെയ് 13, 14, 15 തീയതികളിൽ നമ്മൾ ആ കഥ നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകർക്ക് ആ ഡേറ്റിൽ തപ്പിയാൽ കിട്ടും. വീണ്ടും റിപ്പറ്റീഷൻ വേണ്ടല്ലോ. അതെ, അപ്പോൾ അതുകൊണ്ട് അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ കേസിൽ വിഭവ് കുമാറിൻ്റെ കേസിൽ ഡൽഹി പോലീസ് സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തു. അഫിഡവിറ്റ് കൊടുത്തതിൽ 2-3 പ്രധാനപ്പെട്ട സംഗതികൾ പറയുന്നുണ്ട്. ഒന്ന്, ഈ പോലീസ് പറയുന്നത് ഈ സംഭവം നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ചാണ്. എന്ന് വെച്ചാൽ അത് പബ്ലിക് സ്ഥലമാണ്, പൊതുസ്ഥലമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പൊതുസ്ഥലമാണ്, മുഖ്യമന്ത്രിയുടെ വസതിയും പൊതുസ്ഥലമാണ്, സ്വകാര്യ സ്ഥലമല്ല. അവിടെ വെച്ചാണ് ഈ മർദ്ദനം നടക്കുന്നത്. മർദ്ദിച്ചത് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റൻ്റാണ്. ഈ ക്രൈം സീനിൽ മുഖ്യമന്ത്രിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റൻ്റ് മുഖ്യമന്ത്രിയുടെ വസതിയാവുന്ന പൊതുസ്ഥലത്ത് വെച്ച് മുഖ്യമന്ത്രി ആ ക്രൈം സീനിൽ ഉള്ളപ്പോൾ മർദ്ദിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് നേരിട്ടോ അല്ലാതെയോ അതിൽ പങ്കാളിത്തമുണ്ടായി എന്നു വരാം. അതിൽ അന്വേഷണം തുടരുകയാണ്. എന്ന് പറഞ്ഞാൽ ഡൽഹി പോലീസിൻ്റെ അന്വേഷണ പരിധിയിൽ സംശയ പട്ടികയിൽ ആരുണ്ട്? കെജ്രിവാളുണ്ട്. വൈഭവ് കുമാറിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതും ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണോ? സ്വാതി മരിവാൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് തന്നെ മർദ്ദിച്ചത്. കാരണം സ്വാതി മരിവാളിനെ വിളിച്ചിട്ട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടു രാജിവെക്കാൻ. എന്തിനാണ്? അഭിഷേക് മനു സിംഗ്വിയെ രാജ്യസഭ MP ആക്കാൻ. സ്വാതി മരിവാളും മറ്റ് ചില MP മാരും പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇയാൾ ജയിലിൽ കിടന്നപ്പോൾ, അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്നപ്പോൾ തിരിഞ്ഞു പോലും നോക്കാത്ത ഒരു ജഡ്ജി എവിടെ പോയി? വിദേശത്ത് പോയി. MP, ഒരു MP, രാജ്യസഭ MP. സ്വാതി മരിവാളിൻ്റെ പാട്ടിന് പോയി. ജയിലിൽ പോയി കാണാനൊന്നും പോയില്ല. കാരണം നിരന്തരം ഈ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടിയിട്ട് കേസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സുപ്രീം കോടതിയിൽ മനു അഭിഷേക് സിംഗ്വിയാണ് കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, കേസിൽ ഹാജരാകുന്നത്. അപ്പോൾ ആ സമയത്ത് എങ്ങനെയെങ്കിലും പൈസ മാത്രം കൊടുത്താൽ പോരാ, ഒരു MP കൂടെ ആക്കിത്തരാമെന്ന് പറഞ്ഞു. മുമ്പൊന്ന് MP ആയിട്ട് മത്സരിച്ച് തോറ്റുപോയി, BJP പണിയോട് തോറ്റുപോയി. ഇപ്പോൾ മധ്യപ്രദേശിൽ നിന്ന് മത്സരിച്ച് MP ആവും, എതിരില്ല, ജയിക്കാൻ പറ്റുന്ന നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഏതായാലും മനു അഭിഷേക് സിംഗ്വിക്ക് ഈ ഉദ്ദിഷ്ടകാര്യത്തിൻ്റെ ഉപകാരസ്മരണ പോലെ ഒരു MP സ്ഥാനം കൊടുക്കാൻ ആപ്പും ആലോചിക്കുന്നു, കോൺഗ്രസും ആലോചിക്കുന്നു, എല്ലാവരും ആലോചിക്കുന്നു. ഈ CPM വരെ വേണമെങ്കിൽ ഒരു MP സ്ഥാനം കൊടുക്കും. കാരണം ഈ കുറേ കേസുകൾ വരാനുണ്ടല്ലോ. അപ്പോൾ ഏതായാലും അങ്ങനെ കൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ സ്വാതി മരിവാൾ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ കെജ്രിവാളിന് നല്ല കലിപ്പുണ്ടായിരുന്നു. ആ കലിപ്പിൻ്റെ ഭാഗമായി ഈ വൈഭവ് കുമാർ എന്ന് പറഞ്ഞ അത്യാവശ്യം ഗുണ്ട കൂടിയായ ഈ പ്രൈവറ്റ് സെക്രട്ടറി പേഴ്സണൽ അസിസ്റ്റൻറ്റിനെ കൊണ്ട് തല്ലിച്ചതാണെന്നാണ് സ്വാതി മരിവാളിൻ്റെ മൊഴി. അവിടെ വലിയ ബഹളം ഉണ്ടായി, ഇവരവിടെ നിലവിളിച്ചു, വലിയ വാക്കുതർക്കമൊക്കെ ഉണ്ടായിട്ടും ആ മുറിക്കുള്ളിലിരുന്ന മുഖ്യമന്ത്രി
ഒന്ന് പുറത്തേക്ക് പോലും ഇറങ്ങിയില്ല. ഒരു 20-30 മിനിറ്റോളം അവരവിടെ ഇരുന്നു, അവർ കുഴഞ്ഞു വീണു, അവരെ അവസാനം പോലീസിൽ അവർ വിളിച്ചു പറഞ്ഞു. ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്താ അവിടെ നടക്കുന്നത് എന്ന് ചോദിക്കാൻ കെജ്രിവാൾ വന്നില്ല. അതിനകത്തൊരു സ്വാഭാവികമായ ഒരു പ്രക്രിയയല്ല. ഒരു ബഹളം കേൾക്കുന്നു, ഒരു MP അടി കിട്ടി എന്നുള്ളത് അകത്ത മുറിയിലിരിക്കുന്ന കെജ്രിവാൾ അറിയാതിരിക്കില്ല. ഒരു സ്ത്രീ അല്ലേ, സ്ത്രീയാവും എന്തുകൊണ്ട് തൻ്റെ പാർട്ടിയുടെ MP ആണ്. MP തല്ലിയിരിക്കുന്നത് തൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റാണ്. അത് ഒരു ഭിത്തിക്കപ്പുറമാണ്. അതായത് മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് കയറുന്ന വാതിലിന് പുറത്തുള്ള ലോബിയിലാണ് നടക്കുന്നത്. കാരണം ആ ലോബിയിൽ നിന്ന് വാതിൽ തുറന്നാൽ മുഖ്യമന്ത്രിയുടെ മുറിയാണ്. അപ്പോൾ അവിടെ ഒരുപക്ഷെ ഒരു പുറത്തെ കാര്യങ്ങൾ കാണാൻ ഒരു ക്യാമറ പോലും, CCTV ക്യാമറ പോലും ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ മുറിയിൽ കാണാം. അതെ, കാരണം ആരൊക്കെയാണ് വന്ന് കാത്തിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി കാണാൻ വേണ്ടിയിട്ട് CCTV ക്യാമറ ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ ഒരു പക്ഷേ കെജ്രിവാൾ ഈ വൈഭവ് കുമാർ സ്വാതി മലിവാളിനെ താൻ പറഞ്ഞത് പ്രകാരം MP സ്ഥാനം രാജിവെക്കാതിരുന്ന സ്വാതി മലിവാളിനെ വൈഭവ് കുമാർ 2 പൊട്ടിക്കുന്നത് ഒന്ന് കണ്ടാസ്വദിക്കാൻ വേണ്ടി ഈ ഫ്രോഡ് കെജ്രിവാൾ അവിടെ ഇരുന്നതാണ്. ഞാൻ എന്താ ഫ്രോഡെന്ന് വിളിച്ചെന്ന് ചോദിച്ചാൽ, നമ്മൾ കണ്ടിട്ടില്ലേ കെജ്രിവാൾ എങ്ങനെയാണ് വരുന്നത്, വള്ളിച്ചെരുപ്പിട്ട് ഒരു മോശം ഉടുപ്പൊക്കെ ഇട്ട് ഓട്ടോറിക്ഷ കയറി വരുന്നത് കാണാം, കയറി പോകുന്നത് കാണാം. പക്ഷെ എവിടെ നിന്ന് ഇറങ്ങി വന്നാണ് ഓട്ടോറിക്ഷ കയറുന്നത് കണ്ടിട്ടില്ല. അതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. 7 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചിട്ടാണ് ഇറങ്ങി വരുന്നത്. താമസിക്കുന്നത് 7 നക്ഷത്ര ഹോട്ടലിൽ. അവിടുന്ന് പുറത്തോട്ട് ജനങ്ങളെ കാണാൻ പോകുമ്പോഴത്തേക്ക് ഒരു വള്ളിച്ചെരുപ്പിടും, ഒരു ചാക്കീരട് വെച്ച് കെട്ടിയ ഒരു പാൻറ്റിടും. എന്നിട്ട് പുള്ളി ആം ആദ്മിയുടെ മുഖ്യമന്ത്രിയായിട്ട് നയിക്കുന്ന ഫ്രോഡ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഫ്രോഡാണ് എന്ന് ഒരുപാട് ഇൻസിഡൻറ്റുകളിൽ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള മനുഷ്യൻ ഒരുപക്ഷെ ഇവരെ തല്ലുന്നത് CCTV വഴി കണ്ടിട്ടുമുണ്ടാവാം. അപ്പോൾ ഇതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം അവിടെ നടക്കുമ്പോൾ അതിനകത്ത് മുഖ്യമന്ത്രിക്ക് അറിവില്ലായിരുന്നു എന്നുള്ളത് അവിശ്വസനീയമാണ്. ഞങ്ങൾ അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ കെജ്രിവാളിനൂടെ പങ്കുണ്ടെന്ന് ഡൽഹി പോലീസ് എഴുതിയാൽ അടുത്ത കേസും കൂടെ, ഇപ്പോൾ ED കേസിൽ ജാമ്യം കിട്ടി, CBI കേസിൽ പ്രതിയായതുകൊണ്ട് ഇറങ്ങിയിട്ടില്ല, ഇനി ഒരു കേസ് പെൻഡിംഗ് ഉണ്ട്, NIA കേസുണ്ട്. ഈ പണം, ഈ ക്രിപ്റ്റോ കറൻസിയൊക്കെ ഉപയോഗിച്ച് കിട്ടിയ പണം എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നുള്ള ഒരു കേസ്, അത് പെൻഡിംഗ് ആണ്. അക്കൂട്ടത്തിൽ ഡൽഹി പോലീസിൻ്റെ സ്ത്രീ പീഡന കേസും കൂടെ വന്നാൽ കെജ്രി അണ്ണൻ്റെ കാര്യം മിക്കവാറും തീരുമാനമാകും. കുറേ കാലം കൂടെ അവിടെ തന്നെ കഴിയാൻ പറ്റും. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡൽഹി പോലീസ് പറയുന്നുണ്ട്. ഈ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീ ഡൽഹി വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷയായി ദീർഘകാലം പ്രവർത്തിച്ച ആളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാൾ മുഖ്യമന്ത്രിയുടെ വസതിയിലാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കേസിന് വല്ലാത്തൊരു മാനമുണ്ട്. കാരണം വനിതാ കമ്മീഷയുടെ അധ്യക്ഷ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റൻ്റ് തല്ലി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് സ്ത്രീകൾക്ക് എന്ത് സുരക്ഷയാണ്? ഈ രാജ്യത്തല്ല, ഈ സംസ്ഥാനത്ത്, ഇവർ ഭരിക്കുന്ന ദില്ലി സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് എന്ത് സുരക്ഷയാണെന്നുള്ള ആശങ്ക പൊതുജനങ്ങൾക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ കൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ വൈഭവ് കുമാർ മാത്രമായിരിക്കില്ല ഈ കേസിലെ പ്രതി, മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റുള്ളവരോ ഉണ്ടാവാം. അതുകൊണ്ട് ഇയാൾക്ക് ജാമ്യം കൊടുക്കരുത്. ജാമ്യം പുറത്തൊക്കെ ഇറങ്ങിയാൽ ഇയാൾ ഈ ലിങ്ക്സൊക്കെ ബന്ധപ്പെടുന്നത്, ഇവരുമായിട്ടുള്ള ബന്ധം വെളിപ്പെടുന്നതിനെ തടയും, തെളിവുകൾ നശിപ്പിക്കും, സാക്ഷികളെ സ്വാധീനിക്കും. അതുകൊണ്ട് ജാമ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞത് സുപ്രീം കോടതി അംഗീകരിച്ച് വൈഭവ് കുമാറിന് ജാമ്യം കൊടുത്തില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ജാമ്യ ഹർജി ആദ്യം കൊടുക്കുന്നത് ജില്ലാ കോടതി, പിന്നെ ഹൈക്കോടതി, പിന്നെ സുപ്രീം കോടതി വരെ എത്തി. ഇത് വലിയ കൊലപാതക കേസോ ഈ പീഡനം എന്ന് പറയുന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ബലാത്സംഗ കേസോ ഒന്നുമല്ല. ഒരു സ്ത്രീയെ അടിച്ചു, അവർക്ക് പരിക്കേറ്റു, അവർ കുഴഞ്ഞു വീണു. അടിയേക്കാളും വേദന അഭിനയിച്ചിട്ടുണ്ടാവാം, സ്വാഭാവികം. പൊളിറ്റിക്സാണ്, രാഷ്ട്രീയം. ഒരടി കിട്ടിയപ്പോൾ അതിനെ പർവ്വതീകരിച്ചൊക്കെ കാണിച്ചിട്ടുണ്ടാവും. പക്ഷേ അവർക്ക് പരിക്കുണ്ടായിരുന്നു, അവരുടെ മെഡിക്കൽ റിപ്പോർട്ടുണ്ട്, സർട്ടിഫിക്കറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും അടി കിട്ടിയിട്ടുണ്ട്. കിട്ടിയ അടിയേക്കാൾ വേദനയും ബഹളവും ഒക്കെ അവർ വെച്ചിട്ടുണ്ടാവും, സ്വാഭാവികം. പക്ഷേ അത്തരമൊരു കേസ് കൈകൊണ്ടടിക്കുകയും ആയുധം ഉപയോഗിക്കാതെ അടിക്കുകയും ചവിട്ടുകയൊക്കെ ചെയ്താൽ നോർമലി ജാമ്യം കിട്ടേണ്ടതാണ്. കാരണം ആയുധമൊന്നും ഉപയോഗിച്ചിട്ടില്ല. ആയുധം ഉപയോഗിച്ചടിക്കുമ്പോഴാണ് ഒരു ഗ്രേവ് ഒഫൻസ് ആവുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരാൾ കൈകൊണ്ടടിച്ചു, താഴെ വീണു എന്നൊക്കെ പറഞ്ഞ കേസിൽ ജാമ്യം ഇരിക്കെ സുപ്രീം കോടതി വരെ എത്തിയിട്ടും വൈഭവ് കുമാറിന് ജാമ്യം കിട്ടുന്നില്ല. അതാണ് ഈ കേസിൻ്റെ ഏറ്റവും സവിശേഷമായ കാരണം. അതിന് കാരണം ഒന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്,
മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ്, മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയാണ് തല്ലുകൊണ്ടത്. പോലീസ് പറഞ്ഞതുപോലെ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് ദീർഘകാലം ഇരുന്ന ആളാണ്, ഒരു രാജ്യസഭാ MP കൂടിയാണ്. അപ്പോൾ ഇതിന് വല്ലാത്തൊരു ഗ്രാവിറ്റി ഈ കേസിനുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ജാമ്യം നിഷേധിച്ചതിൻ്റെ വാർത്ത നമ്മുടെ പത്രങ്ങളിൽ വന്നോ എന്നെനിക്കറിയില്ല. കണ്ടായിരുന്നോ? അങ്ങനെ വന്നിട്ടില്ല. കണ്ടില്ല. ഇനി എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും പോലീസ് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ, മുഖ്യമന്ത്രി കെജ്രിവാളിന് ഇതിൽ മനസ്സറിവുണ്ടോ, പങ്കാളിത്തമുണ്ടോ എന്നുള്ള ഘടകം കൂടി ഞങ്ങൾ പരിശോധിക്കുകയാണ് എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജയിലിൽ കഴിയുന്ന മുഖ്യമന്ത്രിയാണ്, ഇപ്പോഴും ജയിലില്ല. അതെ, ജയിലിൽ കഴിയുന്ന മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്ത കീഴ്വഴക്കം ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആൾ, അപ്പോൾ ഒരു പീഡന കേസിൽ ഒരു മുഖ്യമന്ത്രി കൂടി അറസ്റ്റിലാകുമോ എന്നത് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. കെജ്രിവാളിൻ്റെ സമയം ഒട്ടും നല്ലതല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.